ഹായ്, നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് നോയ്സിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ മാക്സിമം നോയ്സ് ഉണ്ടാവാതെ നോക്കുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിൻ്റെ വീഡിയോസ് മാത്രമല്ല, റുബിക്സ് ക്യൂബ് കറങ്ങുന്നതിൻ്റെ കുറച്ച് സൗണ്ട്സ് ഉണ്ടാവും. അത് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം നോയ്സ് കുറച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്നിപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ് ഒന്നുകൂടി പറയാം. കാരണം കഴിഞ്ഞ ക്ലാസ് കുറച്ച് നോയ്സ് ഉള്ള കാരണം കൊണ്ട് നമുക്ക് അത് ക്ലിയറായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് നമുക്ക് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റുബിക്സ് ക്യൂബിൽ 6 പോർഷൻസാണ് ഉള്ളത്. ഫസ്റ്റ് പോർഷൻ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, ഇങ്ങനെ 6 പോർഷൻ. ഈ നമ്മൾ ഈ ക്യാമറയുടെ ഈ ഭാഗം, അതിന് നമ്മുടെ മുഖത്തേക്ക് വരുന്ന ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് ഫേസ്. ഓക്കെ, നമ്മൾ റുബിക്സ് ക്യൂബ് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിനെന്ത് പറയും? ഫേസ് എന്ന് പറയും. ക്ലിയർ ആയോ? നമ്മൾ ഈ ഒരു മേൽഭാഗം വരുന്ന ഈ ഭാഗത്ത് വരുന്ന പേരാണ് ഫേസ്. നമ്മൾ ഫേസിനോടൊപ്പം വരുന്ന ഭാഗത്തിന് പറയുന്ന ഫേസ്. ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് അപ്പ്. അതായത് നമ്മൾ ഫേസിൻ്റെ മുകൾ ഭാഗത്തിന് പറയുന്ന പേരാണ് അപ്പ്. ഓക്കെ, ഇനി നമ്മളെ റൈറ്റ് ഹാൻഡ് പിടിച്ചിട്ടുള്ള ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് റൈറ്റ്. ഓക്കെ, നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് പിടിച്ചിട്ടുള്ള ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് ലെഫ്റ്റ്. ഓക്കെ, നമ്മൾ അപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തിന് പറയുന്ന പേരാണ് ഡൗൺ. ക്ലിയർ? പിന്നെ ഈ ഫേസിന് നേരെ പറയുന്ന പേരാണ് ബാക്ക്. ഓക്കെ, ഈ ഫേസിന് നേരെ ഓപ്പോസിറ്റ് പറയുന്ന പേരാണ് ബാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഈ ഒരു 6 കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇത് അൽഗോരിതം യൂസ് ചെയ്യേണ്ട വേർഡ്സാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് യെല്ലോ. ഓക്കെ, ഈ യെല്ലോൻ്റെ ഈ ഒരു 4 സൈഡ് നമ്മൾ എന്ത് ചെയ്യണം? വൈറ്റ് ആക്കണം. ഇവിടെ വൈറ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് വരേണ്ട വൈറ്റുകൾ എവിടെയൊക്കെ നോക്കാം. ഫസ്റ്റ് ഒരു വൈറ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ ഒരു വൈറ്റ് ഇങ്ങോട്ടേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇത് ജസ്റ്റ് പറയാണ്. അൽഗോരിതം നമുക്ക് പിന്നെ പറഞ്ഞുതരാം. ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ആക്കാൻ ജസ്റ്റ് ആൻറ്റി ക്ലോക്ക്. ഇതിപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടായിക്കൊള്ളുന്നില്ല, ആയിക്കൊള്ളുന്നില്ല. പക്ഷേ ഇപ്പോൾ വേറെ ഭാഗത്താക്കാരുണ്ടാവുക. ഞാൻ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടുള്ള പോലെ കാണിച്ചു തരാം. ഈ ഒരു ഭാഗം ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ഇത് വരുന്നത് ഇവിടേക്ക് വരണം. അപ്പോൾ നമ്മൾ ചെയ്യാം റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, ഇതാണ് ഇങ്ങോട്ടേക്ക് വരാം. ഇനി നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് ആദ്യം ഈ ഒരു ഭാഗത്തിന് നമ്മൾ ഇങ്ങോട്ടേക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കോ എത്തിക്കണം. അതായത് ഈ വൈറ്റിനെ ഇങ്ങോട്ടേക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കോ എത്തിക്കണം. നമുക്കിപ്പോൾ തൽക്കാലത്ത് എന്ത് ചെയ്യാം? ഇതിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കാം. അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് ആൻഡ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇത് ഇങ്ങോട്ടേക്ക് എത്തിക്കണ്ടോ? ഇവിടെ ഉണ്ടായിരുന്ന നമ്മളെ ഈ ഒരു ക്യൂബിനെ, ഈ ചെറിയൊരു ക്യൂബിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചു. ക്ലിയർ? ഇനി നമുക്ക് ഇവിടുത്തെ ക്യൂബ് എവിടെയാണ് നോക്കാം. അവിടുത്തെ ക്യൂബ് വരുന്നത് ഇവിടെയാണ്. ഓക്കെ, അതായത് ഇവിടുത്തെ ക്യൂബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കാം. ഈ ഒരു ക്യൂബിനെ ഇതിനെ നേരെ ഓപ്പോസിറ്റിലേക്ക് എത്തിക്കാം. ക്ലിയർ? ഈ ഒരു ക്യൂബിനെ ഇതിനെ നേരെ ഓപ്പോസിറ്റിലേക്ക് എത്തിക്കാം. ജസ്റ്റ് ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ മതി. അപ്പോൾ ഇതിനെ നേരെ ഓപ്പോസിറ്റിലേക്ക് നിർത്തും. ശേഷം ഇതിനെ 2 ടൈംസ്, അതായത് അപ്പ് ക്ലോക്ക് വൈസ് 2 ടൈംസ് ഉണ്ടാവും. ഇത് 2 ടൈംസ് കറക്കി കഴിഞ്ഞാൽ ഇവിടെ വൈറ്റ് എത്തും. ഇതാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഇതിൽ ബാക്കിലുണ്ട്. അത് നമുക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലിയർ ആയിട്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയണം. ഇവിടെ വൈറ്റ്, ഇവിടെ ഗ്രീൻ. അപ്പോൾ നമ്മൾ ഇവിടെയും ഗ്രീൻ ആക്കണം. ക്ലിയർ? വൈറ്റ് ഗ്രീൻ ഇങ്ങനെ ആക്കണം. നമ്മൾ വൈറ്റ് ഗ്രീൻ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? വൈറ്റ് ഗ്രീൻ ഇനി നമ്മൾ ഇതിനെ നേരെ ബാക്കിലോക്കിനായി കൊടുക്കുക. ഇതിനെ ബാക്കിലോക്കായി കൊടുക്കുക. ക്ലിയർ? അപ്പോൾ ഇവിടുത്തെ ഗ്രീനും പോയി, വൈറ്റ് ഗ്രീനും പോയി. ഇനി നമുക്ക് ഇവിടുത്തെ വൈറ്റ് ഓറഞ്ച് എവിടെ നോക്കാം? വൈറ്റ് ഓറഞ്ച്. ഇനി നമ്മൾ ഇതിനെ നേരെ ബാക്കിലേക്ക് തിരിച്ചു കൊടുക്കുക 2 ടൈംസ്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ക്യൂബിനെ നമ്മൾ 2 ടൈംസ് അപ്പ് ചെയ്ത് ബാക്കിലേക്കാക്കി. ഇനി ഇവിടെ വൈറ്റ് പ്ലസ് ബ്ലൂ, ഇനി ഇവിടെയും ബ്ലൂ ആക്കണം. വൈറ്റ് ബ്ലൂ ഇവിടെ കണ്ടോ? വൈറ്റ് ബ്ലൂ നമ്മൾ ഇതിനെ 2 ടൈംസ് ബാക്കിലോക്കായി കൊടുക്കാം. സെയിം ഇതേപോലെ ഈ ഒരു റെഡും ആക്കി കൊടുക്കാം. കേട്ടോ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ പ്ലസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ആയിട്ട് കിട്ടും. ഈ പ്ലസിൻ്റെ ബാക്കിലൊക്കെ ഇവിടെ കറക്റ്റായിട്ട് ഈ ഒരു ഇത് സോൾവായി കിടക്കുന്നുണ്ടാവും.
ഇവിടെ സോൾവ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഈ ഓറഞ്ചിൻ്റെ ഒപ്പം ഓറഞ്ച് ആവണം, അതേമാതിരി ഗ്രീനിൻ്റെ ഒപ്പം ഗ്രീൻ ആവണം, ഈ റെഡിൻ്റെ ഒപ്പം റെഡ് ആവണം, ഈ ഒരു ബ്ലൂവിൻ്റെ കൂടെ ബ്ലൂ തന്നെ ആവണം. അപ്പോൾ ഇവിടെ പ്ലസ് ആയിട്ട് കിട്ടുന്നില്ല. നമുക്ക് അടുത്തത് പറഞ്ഞാൽ ഈ ഒരു ഭാഗം സോൾവ് ചെയ്യലാണ്. ഓക്കെ, ഈ ഒരു ഭാഗം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് ഈ ഒരു നമ്മൾ ഈ പ്ലസിൻ്റെ ഈ ബ്ലൂ കണ്ടോ, ഈ ബ്ലൂവിൻ്റെ ഈ ഒരു ഭാഗം, അതായത് നമ്മളെ ഫേസിൻ്റെ ബാക്ക് പൊസിഷനിൽ ടോപ്പിൽ ഈ അപ്പ് ഭാഗത്ത് എവിടെയെങ്കിലും വൈറ്റ് വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ പിടിക്കാം. എവിടെ വൈറ്റ് വരുന്നുണ്ടോ നോക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കണം. ജസ്റ്റ് ഈ ബാക്ക് ഭാഗം ഇങ്ങനെ കറക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് വൈറ്റ് കാണാൻ കഴിയും. ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് പോകാം. ഓക്കെ, ഇത് വൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്ത കളർ നോക്കുക. അതായത് ഈ വൈറ്റിൻ്റെ ഇവിടെ ഏതാ കളർ നോക്കുക. അപ്പോൾ ഇത് ബ്ലൂ. അപ്പോൾ ഈ ബ്ലൂവും ഒപ്പം വരണം, ലൈക്ക് ദിസ്. അപ്പോൾ ഈ ബ്ലൂ ഒപ്പായി. ക്ലിയർ? നമ്മൾ എന്ത് ചെയ്തു, ഈ ബ്ലൂ ഒപ്പായി. ഇനി നമുക്ക് ഈ ബ്ലൂ ഒപ്പം വന്നു കഴിഞ്ഞാൽ ഈ വൈറ്റ് മുകളിലേക്ക് വരുന്ന മാതിരി പിടിക്കണം. അതായത് നമ്മൾ ഈ പ്ലസ് ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഈ വൈറ്റ് കളർ ടോപ്പിലേക്ക് വരുന്ന പോലെ പിടിക്കുക. ക്ലിയർ ആയോ? നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഞാൻ പിടിച്ച പോലെ തന്നെ പിടിക്കുക. അതിനുശേഷം നമ്മളെ ലെഫ്റ്റ് കൈയിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ എന്താ വന്നിട്ടുള്ളത്, ഈ വൈറ്റ് കളർ വന്നിട്ടുള്ളത്. ഈ ലെഫ്റ്റ് കൈയിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ ഈ വൈറ്റ് കളർ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഒരു കൈ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ അപ്പ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുക. അതായത് അപ്പ് ക്ലോക്ക് വൈസ് ആൻഡ് ലെഫ്റ്റ് ക്ലോക്ക് വൈസ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ ആയി കൊടുത്തതിനാൽ ഇവിടെ നിന്നാണ് ക്യൂബ് ഇങ്ങോട്ടേക്ക് എത്തും. ക്ലിയർ? ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം സോൾവ് ചെയ്യാം. ഇതിൻ്റെ ഗ്രീനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഗ്രീനും ഒപ്പമാവും. അപ്പോൾ നമ്മൾ ഗ്രീനും ഒപ്പാവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങോട്ടേക്ക് കറക്കി കൊടുത്തു. അപ്പോൾ ഈ ഗ്രീനും ഒപ്പായി. ഈ രണ്ട് കളർ നോക്കണ്ട, ജസ്റ്റ് ഈ ഗ്രീനും ഒപ്പായാൽ മതി. ഈ ഗ്രീനും ഒപ്പായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ റൈറ്റ് കൈയിലാണ് നമ്മൾ എന്തുള്ളത്, ഈ ഒരു ക്യൂബ് ഉള്ളത്. അതായത് റൈറ്റ് കൈയിൻ്റെ മേലെയാണ് ഈ ഒരു ക്യൂബ് ഉള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇത് മുകളിലേക്ക് തിരിച്ച് നമ്മളെപ്പോഴും ഈ വൈറ്റ് കളർ മുകളിലേക്ക് വരണം. ക്ലിയർ? ഈ വൈറ്റ് കളർ എപ്പോഴും മുകളിലേക്ക് വരണം, എന്നാലുള്ളൂ ഈ ഇത് ചെയ്തതിനെ കിട്ടുക. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്തതിനാൽ അത് കിട്ടില്ല. ക്ലിയർ ആയോ? നമ്മൾ വൈറ്റ് മുകളിലേക്ക് വരുന്ന രീതിയിൽ പിടിച്ച് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ആക്കാൻ നമ്മൾ ക്യൂബ് ഉണ്ടാവുക, മുകളിലേക്ക് പിടിക്കുക. നമ്മൾ ആദ്യം റൈറ്റ് കൈയിലാണ് നമ്മൾ ഈ ക്യൂബ് ഉള്ളത്, ലെഫ്റ്റ് കൈയിലല്ല. നമ്മൾ റൈറ്റ് ഭാഗത്തിലേക്ക് ആദ്യം തിരിച്ച്, പിന്നെ ഈ റൈറ്റ് ഭാഗത്തെ ഈ ഒരു സെയിം ക്യൂബ് താഴത്തേക്ക് ആക്കി ജസ്റ്റ് ഇങ്ങോട്ടൊക്കെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെയും സോൾവ് ആവും. ക്ലിയർ? ഇതാണ് നമ്മളെ ഇന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കലാണ്. ജസ്റ്റ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കാൻ ഇന്നത്തെ ക്ലാസ്. നമുക്കിനി വീണ്ടും ഈ ഒരു ഭാഗത്ത് വൈറ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല, ഈ ഭാഗത്തൊരു വൈറ്റ് ഉണ്ട്. ഇല്ല, ഈ വൈറ്റിൻ്റെ ഇപ്പുറത്തെ കളർ ഏതാ? ഗ്രീൻ അല്ലേ? എല്ലാവർക്കും ഗ്രീനാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഗ്രീനും ഒപ്പാവും. ക്ലിയർ? എന്താ അവിടെ ഗ്രീനും ഒപ്പായിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി ഇവിടെ ഈ ഗ്രീനും ഒപ്പായിട്ടുണ്ട്. നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ലെഫ്റ്റ് ഹാൻഡാണ് ഈ ക്യൂബ് വരുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഭാഗത്തേക്ക് തിരിച്ച് ഇത് ജസ്റ്റ് ഇങ്ങനെ അടിയിക്കാക്കി കൊടുത്താൽ ഈ രണ്ട് വൈറ്റും ഒപ്പാവും. ഈ രണ്ട് വൈറ്റും ഒപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം സോൾവ് ആവും. ക്ലിയർ? ഇനി നമുക്ക് ബാക്കിയുള്ള ക്യൂബുകൾ എവിടെ നോക്കാം. അതായത് ഈ ഒരു ഭാഗത്തിന് വേറെ ക്യൂബ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇല്ല, വേറെ ക്യൂബൊന്നും വരുന്നില്ല. സോ നമുക്ക് വൈറ്റ് എവിടെയെന്ന് നോക്കാം. ഇവിടെ വൈറ്റ് ഒന്നും കാണാനില്ല. സോ ഇവിടെയാണ് നമ്മൾ വൈറ്റ് ഉള്ളത്. ഇനി ഈ വൈറ്റ് നമ്മളെങ്ങനെ ഇങ്ങോട്ടേക്ക് എത്തിക്കും, ജസ്റ്റ് എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടോളൂ. ഈ വൈറ്റിനെ നമ്മളെങ്ങനെ ഇങ്ങോട്ടേക്ക് എത്തിക്കും, അത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വൈറ്റിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ആക്കുന്നതാണ്. ജസ്റ്റ് ആദ്യം ഈ വൈറ്റിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ആക്കുക. ഇങ്ങോട്ടൊക്കെ എങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈറ്റ് ഇങ്ങോട്ടേക്കാവും. ക്ലിയർ? ഇവിടെ നിന്നാണ് വൈറ്റിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ആക്കുക. ജസ്റ്റ് ഒന്ന് കറക്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഈ മേലത്തെ ക്യൂബ് ജസ്റ്റ് മേലെ നിന്ന് കറക്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സോ എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്യൂബിനെ, അതായത് നമുക്ക് ആക്കേണ്ടത് ഈ ക്യൂബാണ്. ഈ ക്യൂബിൻ്റെ അടുത്ത് എത്തിക്കേണ്ടത് നമ്മൾ ഈ ക്യൂബ് ജസ്റ്റ് മേലേക്ക് കൈ കൊടുക്കുക. ജസ്റ്റ് ഇതിൻ്റെ മേലെ കൈ കൊടുത്തിട്ട് വീണ്ടും ആ ക്യൂബ് ഏത് പൊസിഷനിലാണ് ഇരുന്നത് വെച്ചെങ്കിൽ ആ ക്യൂബ് ആ പൊസിഷനിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മൾ വീണ്ടും പഴയ പോലെ ആക്കുക. ക്ലിയർ? എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ക്യൂബിനെ ഇങ്ങോട്ടേക്ക് ആക്കുന്നതാണ്. നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലാണ് ഈ ക്യൂബ് ഉള്ളത്. ലെഫ്റ്റ് ഹാൻഡിലെ ക്യൂബിനെ നമ്മൾ എങ്ങനെ ചെയ്യണം, ഇതേപോലെ ജസ്റ്റ് ഈ രണ്ട് കൈ പിടിക്കുന്നത് ശ്രദ്ധിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഈ സൈഡിലേക്കാക്കി ഈ സൈഡിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്കാക്കുക. ക്ലിയർ? ഇതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. അതായത് നമ്മളെ ക്യൂബ് വൈറ്റ് എല്ലാതും കംപ്ലീറ്റ് ആവും ചെയ്യണം. വൈറ്റിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഫസ്റ്റ് റോ ഇന്ന് കംപ്ലീറ്റ് ആക്കിയത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെൻറ്റേഴ്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ, നിങ്ങൾ മെൻറ്റേഴ്സിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ ഈ ടീ പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടീ പോലെ നമ്മളെ ക്യൂബ് കിട്ടണം. കണ്ടോ, ടീ, ഇവിടെയും ടീ, ഈ ടീ പോലെ നമുക്ക് എന്ത് കിട്ടണം, ഈ ക്യൂബ് കിട്ടണം. ക്ലിയർ?
ഇത് നോക്കണ്ട, ഈ ഒരു ടീം എന്നുള്ളത് കറക്റ്റായി കിട്ടിയാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത ക്ലാസ് പറഞ്ഞാൽ നമുക്ക് ഈ ക്യൂബ് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് എങ്ങനെ എന്നുള്ള ഒരു അൽഗോരിതം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിന് മുന്നേ കുറച്ച് അൽഗോരിതംസ് നിങ്ങളെ മെൻറ്റേഴ്സ് അയച്ചു തരും. ആ അൽഗോരിതം എന്ന് ജസ്റ്റ് കാണാതെ പഠിക്കുക, എന്നിട്ട് നിങ്ങളെ മെൻറ്റേഴ്സിനെ അത് ചൊല്ലിക്കേൾപ്പിക്കുക. ഓക്കെ, താങ്ക് യു.